കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണത്തിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസിനെ മാത്രം ബലിയാടാക്കിയെന്ന ആരോപണം. സ്കൂളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചുമതല മാനേജ്മെന്റിനാണ് എന്നിരിക്കെ അവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതേസമയം UDF ഭരിക്കുന്ന പഞ്ചായത്ത് സ്കൂളിന് നൽകിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൂടി പുറത്തുവന്നതോടെ പ്രതിപക്ഷവും പ്രതിക്കൂട്ടിലായി. മിഥുന്റേത് പകരം വെക്കാനാകാത്ത വിടവാണ്. അതിന് കാരണം സ്കൂളിലെ അധ്യാപകരുടെ വീഴ്ചയാണെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് സുജ എസിനെ സസ്പെൻഡ് ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത്. സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം. അത് മാനേജ്മെന്റാണ് ചെയ്യേണ്ടത്. മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യും. ഈ നടപടികളൊന്നും ഒരു കുഞ്ഞിന്റെ ജീവനക്കാർ വരുന്നൊന്നുമല്ല. പക്ഷേ ഈ അധ്യാപികയെ മാത്രം ബലിയാടാക്കാൻ സാധിക്കുന്നതെങ്ങനെ? സ്കൂളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതല മാനേജ്മെന്റിനാണ്. അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതും അവർ തന്നെയാണ്. സ്കൂൾ തുറന്ന് 1.5 മാസം പിന്നിട്ടിട്ടും സൈക്കിൾ ഷെഡ് പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും മാനേജ്മെന്റ് തയ്യാറായില്ല. ഈ നിയമലംഘനത്തിനെതിരെ നടപടി സ്വീകരിക്കേണ്ട KSEB ഉദ്യോഗസ്ഥരാകട്ടെ ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ചു. അതുമൂലം നഷ്ടമായത് സൈനികനാകാൻ കൊതിച്ച ഒരു 13-കാരന്റെ ജീവനാണ്. മാനേജ്മെന്റിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് കിട്ടിയാൽ നടപടി ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. മാനേജ്മെന്റിനോട് ഇതിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരണം ചോദിക്കാൻ വേണ്ടി ഇത് എയ്ഡഡ് മാനേജ്മെന്റാണ്. വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് എയ്ഡഡ് മാനേജ്മെന്റിന്റെ നടപടി ആദ്യമായി സ്വീകരിക്കേണ്ടത് മാനേജ്മെന്റാണ്. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള മാനേജ്മെന്റ് സമിതി സംരക്ഷിക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. അതേസമയം സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും തകർന്നു വീഴാറായ ആ കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകിയത് UDF ഭരിക്കുന്ന മൈനാഗപ്പള്ളി പഞ്ചായത്താണ്. കെട്ടിടത്തിൽ സുരക്ഷിതമല്ലാത്ത ഒരു ഭാഗങ്ങളുമില്ലെന്നാണ് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫസീല ബീവി നൽകിയ ഫിറ്റ്നസ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് തകർന്നു വീഴാറായ ഈ കെട്ടിടത്തിന് യാതൊരു പ്രശ്നങ്ങളുമില്ലെന്നാണ് എഞ്ചിനീയറുടെ കണ്ടെത്തൽ. സംഭവം വിവാദമായതോടെ AEയോട് റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതി. LDFനെതിരെ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ച UDFന് പഞ്ചായത്ത് നൽകിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുറത്തുവന്നത് വൻ തിരിച്ചടിയായി. ക്യാമറമാൻ ഷാനവാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.